മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ മെർക്കുറി, ഗാലിയം. പ്രകൃതിയിൽ നിന്ന് ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹം പ്ലാറ്റിനം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ അടുത്ത അണുഭാരം കുറഞ്ഞ മൂലകം ഹീലിയം. എക്സ്റേ കണ്ണു പോകാത്ത ലോഹം ലെഡ്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച മൂലകം നെപ്റ്റ്യൂണിയം. ഓക്സിജൻ എന്ന പേര് ആ മൂലകത്തിന് നൽകിയത് ആര്? ലാവോസിയർ. ഏതു വസ്തു രൂപാന്തരം പ്രാപിച്ചാണ് മാർബിൾ ഉണ്ടാകുന്നത്? ചുണ്ണാമ്പ് കല്ല്. ശുദ്ധമായ സ്വർണം എത്ര കാരറ്റാണ്? 24. സാർവിക ലായകം ജലം. പരമാണുവിലെ 3 മൗലിക കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത് പഠിക്കുമ്പോൾ പെൻ RTC എന്ന് പഠിക്കുക. പെൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. RTC എന്ന് പറഞ്ഞാൽ റുദർഫോർഡും തോംസണും ചാഡ്സ്വിക്കും. എന്തു കത്തുവാനും ആവശ്യമായ വാതകം ഓക്സിജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം നൈട്രജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം മീഥേൻ. ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം കാർബൺ. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹ മൂലകം ബ്രോമിൻ. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. മഞ്ഞിനെ ഉരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കറിയുപ്പ്. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം സ്വർണം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളമുണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാവൻഡിഷ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ചെമ്പ്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന മൂലകം സോഡിയം. ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ 100 ഏത് മൂലകത്തിൻ്റെതാണ്? ഫെർമിയം. തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു ലോഹം വെളുത്ത ഫോസ്ഫറസ്. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കുന്ന പദാർത്ഥം കുമ്മായം. കാർബണിന്റെ പ്രകാശമുള്ള രൂപം വജ്രം. കാപ്രോലാക്ടത്തിൽ നിന്നുമുണ്ടാകുന്ന കൃത്രിമ നൂൽ നൈലോൺ. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചു കിട്ടുന്ന ലായനി കാർബോണിക് ആസിഡ്, സോഡാജലം. ത്വക്കിന് നിറം കൊടുക്കുന്ന വസ്തു മെലാനിൻ. വെള്ളത്തേക്കാൾ ഘനത്വം കുറഞ്ഞ ഒരു ദ്രാവകം മണ്ണെണ്ണ.
മുട്ടത്തോടിൻ്റെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ആൽകെമി. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതക മൂലകം ആർഗൺ. ട്രാൻസിസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? ജർമേനിയം, സിലിക്കൺ. യുറേനിയത്തിൻ്റെ മുഖ്യ അയിര് പിച്ച് ബ്ലെൻഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഈയം അഥവാ ലെഡ്. റഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം അമോണിയ. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറി. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ജോസഫ് ഫ്രീസ്റ്റലി. ഏറ്റവും അധികം കാഠിന്യമുള്ള ലോഹം ടങ്സ്റ്റൺ. ഏറ്റവും അധികം സാന്ദ്രതയുള്ള ലോഹം ഓസ്മിയം. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം റിനിയം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾക്ക് ഉദാഹരണം ബോറോൺ, സിലിക്കൺ, ജർമേനിയം. മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം സോഡിയം, പൊട്ടാസ്യം. ഉത്കൃഷ്ട മൂലകങ്ങൾ ഏതെല്ലാം? സ്വർണം, പ്ലാറ്റിനം, വെള്ളി. സ്വതന്ത്ര ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാം? സ്വർണം, വെള്ളി. ആറ്റങ്ങൾ, തന്മാത്രകൾ എന്നിവയുടെ എണ്ണം സൂചിപ്പിക്കുന്ന യൂണിറ്റ് മോൾ. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. IC ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. അലൂമിനിയം കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ടെറിലൂറിയം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആര്? കാവൻഡിഷ്, ഹെൻറി കാവൻഡിഷ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഭാരം കൂടിയ വാതകം റഡോൺ. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന വാതകം മീഥേൻ. ഹൈഡ്രജൻ കത്തുന്ന വാതകവും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവുമാണ് മീഥേൻ. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതാണ് കറക്റ്റ്. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത് കാൾ വിൽഹം ഷീലേ. ഹേബർ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന വാതകം അമോണിയ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഹരിത ഗൃഹപ്രഭാവത്തിൽ സ്വാധീനം ചെലുത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസയനേറ്റ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ആസിഡുകളിൽ നീല ലിറ്റ്മസ് ചുവപ്പ് നിറമായി മാറും. ആസിഡുകളിൽ നീല ലിറ്റ്മസ് ചുവപ്പ് നിറമായി മാറും.
സ്വർണം, പ്ലാറ്റിനം എന്നിവയെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം അക്വാ റീജിയ. സ്വർണം, പ്ലാറ്റിനം എന്നിവയെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം അക്വാ റീജിയ. ഓസ്റ്റ് വാൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ രാസവസ്തു ഫോസ്ഫറസ്. ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം വജ്രം. ബ്ലേഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ. ഓസോൺ പാളിക്ക് കേടുവരുത്തുന്ന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന വാതകം ക്ലോറിൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം ഡ്രൈ ഐസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് കാർബൺ 14. സിമന്റ് നിർമ്മാണ സമയത്ത് വേഗം സെറ്റായി പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ജിപ്സം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തുവിടുന്ന വിഷവാതകം ഡയോക്സിൻ. ബോർഡോ മിശ്രിതത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം തുരിശ്. റബ്ബർ ലയിക്കുന്ന ദ്രാവകം കാർബൺ ഡൈ സൾഫൈഡ്. വെളിച്ചെണ്ണ ലയിക്കുന്ന ദ്രാവകം ബെൻസീൻ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം അസറ്റിലീൻ. സ്ഫോടക വസ്തുവായ ഡൈനാമിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സൾഫൂരിക് ആസിഡ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മൂലകം മെർക്കുറി. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ അതിനോട് കൂടി ചേർക്കുന്ന മൂലകം സൾഫർ. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ലോഹം ഇരുമ്പ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്കാവശ്യമായ ലോഹം കാൽസ്യം. ഇഥായ് രോഗത്തിന് കാരണമായ ലോഹം കാഡ്മിയം. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം ചുവന്ന ഫോസ്ഫറസ്. ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകം ടിന്ന്. അതിസൂക്ഷ്മ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് വജ്രം. നൈട്രജനും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന സംയുക്തം അമോണിയ. പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി വിന്നോവിംഗ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിന്റെ ഭാരം വർദ്ധിക്കുന്നു. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ.
റബ്ബർ പാൽ ഘനീഭവിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഐ ലോഷനുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. പ്ലാസ്റ്റിക്കിന്റെ ലായകം ക്ലോറോഫോം. റബ്ബറിന്റെ ലായകം ബെൻസീൻ. ബാഷ്പശീലമുള്ള ഒരു ദ്രാവകം ബെൻസീൻ. പൊളോണിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂറി. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന വാതകം ഓസോൺ. ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം മണൽ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ചിരുമ്പ് റോട്ട് അയൺ. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റിസ്. ജലത്തിന്റെ pH മൂല്യം 7. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിനു കാരണമായ വസ്തു ലൂസിഫെറിൻ. ഫോസ്ഫറസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം വഹിക്കുന്നത്. എലിവിഷത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം സിങ്ക് ഫോസ്ഫൈഡ്. ആസിഡും ആൽക്കലിയും ചേർന്ന് ലവണവും ജലവും ലഭിക്കുന്ന പ്രവർത്തനം ന്യൂട്രലൈസേഷൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ. പച്ചിലച്ചെടികൾ രാത്രിയിൽ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. സൾഫൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ. സൾഫൂരിക് ആസിഡ് നിർമ്മാണത്തിന് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന രാസവസ്തു വനേഡിയം പെന്റോക്സൈഡ്. അമോണിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയ ഹേബർ പ്രക്രിയ. ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബെസീമർ പ്രക്രിയ. ജലത്തിന്റെ രാസസൂത്രം H2O. മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഫോർമാൽഡിഹൈഡ്. ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോവേറ്റ്. കണ്ണു ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. വലിച്ചു നീട്ടി കമ്പികളാക്കാൻ സഹായിക്കുന്ന ലോഹത്തിന്റെ സവിശേഷത ഡക്റ്റിലിറ്റി. അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സഹായിക്കുന്ന ലോഹത്തിന്റെ സവിശേഷത മാലിയബിലിറ്റി. ഗ്ലാസിനെ ദ്രവിപ്പിക്കാൻ കഴിയുള്ള ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. സ്വർണത്തെയും പ്ലാറ്റിനത്തെയും ലയിപ്പിക്കുന്ന ലായനിയാണ് അക്വാറീജിയ. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗാഢ നൈട്രിക് ആസിഡും 3:1 എന്ന അനുപാതത്തിലടങ്ങിയ മിശ്രിതമാണ്. സ്ഫോടക വസ്തുവിൽ ഉപയോഗിക്കുന്ന TNTയുടെ രാസനാമം ട്രൈനൈട്രോടൊളുവിൻ. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ ലായനി. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ്. സ്ഥിര കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫൂരിക് ആസിഡ്. സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം
സിൽവർ ബ്രോമൈഡ്. ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം നൈട്രിക് ഓക്സൈഡ്. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ അതിനു മുകളിൽ വിതറുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ട്രൈക്ലോറോ ഈഥെയ്ൻ. കൃത്രിമ മഴ പെയ്യിക്കാനായി മേഘങ്ങളിൽ വിതറുന്ന പദാർത്ഥം സിൽവർ അയഡൈഡ്. മുങ്ങിക്കപ്പലിൽ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സോഡിയം പെറോക്സൈഡ്. താജ്മഹലിലെ നിറമങ്ങലിന് കാരണമായ രാസവസ്തു സൾഫർ ഡയോക്സൈഡ്. മനുഷ്യൻ നിർമ്മിച്ച ആദ്യ ലോഹസങ്കരം ബ്രോൺസ്. ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീല. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ്. രക്തം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സോഡിയം സിട്രേറ്റ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ഓർഗാനിക് സംയുക്തം യൂറിയ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡുകൾ. മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഫെഡറിക് സോഡി 1910